ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൃഥ്വിരാജ് സുകുമാരൻ നായകനായി വൈശാഖ് സംവിധാനം ചെയ്ത് ഓണം റിലീസായി ഇന്ന് ഓഗസ്റ്റ് 20 വ്യാഴാഴ്ച തിരഞ്ഞെടുത്തിയ മലയാള സിനിമയാണ് ഖലീഫ. മോഹൻലാൽ കാമിയ റോളിൽ അഭിനയിച്ചിരിക്കുന്ന ഈ സിനിമയിൽ ഷമ്മി തിലകൻ, ഇന്ദ്രൻസ്, നീൽ നിതിൻ മുകേഷ്, സഞ്ജു ശിവറ, മാളവിക ശർമ്മ, മോഹിനി, രഞ്ജി പണിക്കർ, ശിവജിത്ത്, സുരേഷ് ഒബ്രോയി എന്നിങ്ങനെ വമ്പൻ താരനിരയും അണിനിരന്നിട്ടുണ്ട്. ചിത്രം അഡ്വാൻസ് ബുക്കിലൂടെ പ്രീസെയിലായി കേരളത്തിൽ 3 കോടി 14 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്യുന്നത്. ട്രാക്കേഴ്സ് റിപ്പോർട്ട് പ്രകാരം ഇന്ന് ഈ സിനിമ കേരളത്തിൽ 5 കോടി 80 ലക്ഷം 6 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. സിനിമയുടെ ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് ഓപ്പണിംഗ് ഗ്രോസ് 11 കോടി മുതൽ 12 കോടി വരെയും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു തുടക്കം സിനിമയ്ക്ക് ആദ്യ ദിവസം നേടിയെടുക്കാനായിട്ടുണ്ട്. ഓണം റിലീസായി നാളെ ഓഗസ്റ്റ് 21 വെള്ളിയാഴ്ച തിളങ്ങുന്ന മലയാള സിനിമയാണ് ബദലഹേം കുടുംബ യൂണിറ്റ്. നിവിൻ പോളി നായകനെ, ഗിരീഷ് ഷേഡി തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ മമത ബൈജു, സംഗീത് പ്രതാപ്, ധ്യാൻ ശ്രീനിവാസൻ, റോഷൻ ഷാനവാസ്, വിനയ് ഫോർട്ട്, സുരേഷ് കൃഷ്ണ, മീനാക്ഷി രവീന്ദ്രൻ, ബിന്ദു പണിക്കർ, സൃന്ദ എന്നിങ്ങനെയാണ് പ്രധാനപ്പെട്ട താരങ്ങൾ. ചിത്രം നിർമ്മിച്ചിട്ടുള്ളത് ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ദിലീഷ് പോത്തൻ, ഫഹദ് ഫാസിൽ, ശ്യാം പുഷ്കരൻ എന്നിങ്ങനെ 3 പേർ ചേർന്നാണ്. ഇന്ന് വൈകിട്ടോടെ ബുക്ക് മൈ ഷോയിൽ വമ്പൻ ട്രെൻഡിംഗ് ആണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. 3000, 4000, 4500 ടിക്കറ്റ് വരെയാണ് വിറ്റുകൊണ്ടിരുന്നത്. സിനിമയുടെ കേരള പ്രീസെയിൽ 3 കോടിക്ക് മുകളിലും വേൾഡ് വൈഡ് പ്രീസെയിൽ 5 കോടിക്ക് മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ഫൈനൽ പ്രീസെയിൽ കണക്കുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉടനെ പുറത്തു വരുന്നതുമാണ്. ഈ നിവിൻ പോളി ചിത്രത്തിന്റെ പ്രിവ്യൂ ഷോ റിപ്പോർട്ടുകളെല്ലാം തന്നെ പോസിറ്റീവാണ്. നാളെ ഓഗസ്റ്റ് 21 വെള്ളിയാഴ്ച തിരഞ്ഞെടുക്കുന്ന തെലുങ്ക് സിനിമയാണ് ഇരുമുടി. കേരളം ഉൾപ്പെടെ നാളെ റിലീസ് ചെയ്യപ്പെടുന്ന ഈ സിനിമയ്ക്ക് ബുക്ക് മൈ ഷോ സൈറ്റിൽ വമ്പൻ ട്രെൻഡിംഗ് ആണ് നേടിയെടുക്കാനായിട്ടുള്ളത്. ഈ സിനിമയ്ക്ക് വേണ്ടി ബുക്ക് മൈ ഷോയിൽ മണിക്കൂറിൽ 13,000, 14,000, 15,000 ടിക്കറ്റുകൾ വരെയാണ് പല അവസരങ്ങളിലും വിറ്റുപോയിട്ടുള്ളത്. ശിവ നിർമ്മാണം, തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ രവി തേജ, കാർത്തിക് അഡുസുമില്ലി, രമണ ഭാർഗവ്, അജയ് ഘോഷ്, സ്വാസിക വിജയ്, പ്രിയ ഭവാനി ശങ്കർ എന്നിങ്ങനെയാണ് പ്രധാനപ്പെട്ട താരങ്ങൾ. സിനിമാറ്റോഗ്രാഫി വിഷ്ണു ശർമ്മയും പ്രവീൺ പുടി എഡിറ്റിംഗ് നിർവഹിക്കുന്നു. GV പ്രകാശ് കുമാറാണ് സംഗീത സംവിധാനം ചെയ്തിട്ടുള്ളത്. സൂര്യനായകനെ വെങ്കി അല്ലൂരി തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 14 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്ത തമിഴ് സിനിമയാണ് വിശ്വനാഥ് ആൻഡ് സൺസ്. ഈ സിനിമ ഇന്നലെ ബുധനാഴ്ച കേരളത്തിൽ 39 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. 6 ദിവസം കൊണ്ട് 6 കോടി 46 ലക്ഷം രൂപയാണ് കേരള കളക്ഷൻ. സിനിമയ്ക്ക് 2 കോടി 84 ലക്ഷം രൂപ കേരളത്തിൽ നിന്ന് ഷെയറായി കിട്ടിയിട്ടുണ്ട്. സിനിമയ്ക്ക് കേരളത്തിൽ വിജയിക്കാൻ 3 കോടി 25 ലക്ഷം രൂപയാണ് ഷെയറായി കിട്ടേണ്ടത്. കർണാടകയിൽ ഇന്നലെ 6ാം ദിവസമായ ബുധനാഴ്ച കളക്ട് ചെയ്തത് 77 ലക്ഷം രൂപയാണ്. 11 കോടി 8 ലക്ഷം രൂപയാണ് 6 ദിവസം കൊണ്ട് കർണാടകയിൽ നേടിയെടുത്തിട്ടുള്ളത്. 5 കോടി 21 ലക്ഷം രൂപ ഇവിടെ നിന്ന് ഷെയറായി കിട്ടിയിട്ടുണ്ട്. ഇവിടെ ബ്രേക്ക് ഈവൻ പോയിന്റ് 5 കോടി രൂപയാണ്. 21 ലക്ഷം രൂപ നിലവിൽ 6 ദിവസത്തെ ലാഭമായി കിട്ടിയിട്ടുണ്ട്. ഇന്നലെ തെലുങ്ക് സംസ്ഥാനങ്ങളിൽ കളക്ട് ചെയ്തത് 3 കോടി 25 ലക്ഷം രൂപയാണ്. ടോട്ടൽ 40 കോടി 91 ലക്ഷം രൂപയാണ് 6 ദിവസം കൊണ്ട് കളക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നും ഷെയറായി കിട്ടിയിരിക്കുന്നത് 20 കോടി 11 ലക്ഷം രൂപയാണ്. ഇവിടെ തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ടത് 20 കോടി രൂപയ്ക്കാണ്. ഇവിടെ നിന്നും 6 ദിവസം കൊണ്ട് ലാഭമായി 11 ലക്ഷം രൂപ നിലവിൽ കിട്ടിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ഇന്നലെ കളക്ട് ചെയ്തത് 2 കോടി 42 ലക്ഷം രൂപയാണ്. 6 ദിവസം കൊണ്ട് തമിഴ്നാട് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 38 കോടി 28 ലക്ഷം രൂപയുമാണ്. ഇവിടെ നിന്നും ഷെയറായി കിട്ടിയിരിക്കുന്നത് 18 കോടി 82 ലക്ഷം രൂപയാണ്. 40 കോടി ബ്രേക്ക് ഈവൻ പോയിന്റുള്ള ഈ സിനിമ തമിഴ്നാട്ടിൽ പരാജയമായി മാറാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇന്നലെ ഇന്ത്യൻ ഗ്രോസായി 6 കോടി 96 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ 6 ദിവസം കൊണ്ട് 97 കോടി 93 ലക്ഷം രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. വിദേശത്ത് 45 കോടി 60 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ലോകമെമ്പാടുമായി 6 ദിവസം കൊണ്ട് നേടിയെടുത്തത് 143 കോടി 53 ലക്ഷം രൂപയായിരുന്നു. ഇനി 7ാം ദിവസമായി ഇന്ന് വ്യാഴാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ 25 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 6 കോടി 70 ലക്ഷം റേഞ്ചിലാണ് കേരളത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അങ്ങനെ ഒരാഴ്ച പിന്നിടുമ്പോൾ ഇന്ത്യൻ ഗ്രോസായി 100 കോടിക്ക് മുകളിലും വേൾഡ് വൈഡ് ഗ്രോസായി 180 കോടിക്ക് മുകളിലും സിനിമ എത്തിച്ചേർന്നിട്ടുണ്ട്. ഓഗസ്റ്റ് 14 തിരഞ്ഞെടുത്തിയ തമിഴ് സിനിമയുടെ മകുടം. ഈ ചിത്രത്തിന്റെ ഇന്നലെ ബുധനാഴ്ച വരെയുള്ള 6 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ വന്നിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത് 1 കോടി 45 ലക്ഷം രൂപയാണ്. ആന്ധ്ര, തെലങ്കാനയിൽ നിന്ന് 75 ലക്ഷം രൂപയും കർണാടകയിൽ നിന്ന് 28 ലക്ഷവും കളക്ട് ചെയ്ത ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് 7,10,000 രൂപയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 20,000 രൂപ ഉൾപ്പെടെ 2 കോടി 55 ലക്ഷം രൂപയാണ് ഇന്ത്യ ഗ്രോസ്. വേൾഡ് വൈഡ് ഗ്രോസായി 2 കോടി 60 ലക്ഷം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. വിസ്മയ മോഹൻലാൽ നായികയായി ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 7 തിയേറ്ററിലെത്തി സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ മലയാള സിനിമയാണ് തുടക്കം. ഈ സിനിമ ഇന്നലെ ബുധനാഴ്ച കേരളത്തിൽ 37 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 13 ദിവസം കൊണ്ട് 22 കോടി 70 ലക്ഷം രൂപയാണ് കേരള കളക്ഷൻ. വേൾഡ് വൈഡ് കളക്ഷനായി 41 കോടി 30 ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട്. 14ാം ദിവസമായി ഇന്ന് വ്യാഴാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത് 30 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ കേരളത്തിൽ 2 ആഴ്ച കൊണ്ട് 23 കോടി റേഞ്ചിലാണ് സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 41 കോടി 60 ലക്ഷം റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ സിനിമകളെ കുറിച്ച് വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോ നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.